നിങ്ങളുടെ തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞ ചില ഭക്ഷണങ്ങളുണ്ട്. ഭക്ഷണങ്ങൾ നമുക്കൊന്നും പ്രിയമാണല്ലേ? എന്നാൽ ഈ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഇതറിഞ്ഞിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാമത്തേതായി തേനാണ്. തേൻ ഖുർആൻ പറഞ്ഞത് അതിൽ ശിഫയുണ്ട് എന്നുള്ളതാണ്. തേൻ വലിയ ഔഷധ ഗുണമുള്ള ഒരു രോഗങ്ങൾക്ക് ശമനം കിട്ടുന്ന വല്ലാത്ത ഒരു ഭക്ഷണമാണ്. രണ്ടാമത്തെ ഒന്ന് ഈത്തപ്പഴമാണ്. ഖുർആനിൽ തന്നെ പലതവണ പറഞ്ഞ ഈത്തപ്പഴം. അറബ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഈത്തപ്പഴം അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈത്തപ്പഴം കിട്ടിയാൽ നിങ്ങൾ കഴിക്കാൻ കഴിയുമെങ്കിൽ പരമാവധി കഴിക്കണം. ഒരു ദിവസം 2, 3, 4 ഈത്തപ്പഴം രാവിലെകളിൽ കഴിച്ചാൽ ബുദ്ധിശക്തിക്കും അനുബന്ധമായ തലച്ചോറിനും വലിയ ഗുണങ്ങൾ ചെയ്യും. മൂന്നാമത്തെ ഒന്ന് ഒലീവാണ്. വത്തീനി വസൈത്തൂൻ എന്ന ഖുർആനിലെ സൈത്തൂൻ, സൈത്തൂൻ എന്നാൽ ഒലീവ്. ഒലീവിനെ നമ്മൾ പലപ്പോഴും അവഗണിക്കാറുണ്ട്. പക്ഷേ അതൊരു വല്ലാത്ത ഗുണമേന്മയുള്ള പഴമാണ്. നാലാമത്തെ ഒന്ന് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന, പരിഗണിക്കാത്ത, പലപ്പോഴും വീടുകളിൽ പലപ്പോഴും ഇല്ലാത്ത ഒന്നാണ് കരിഞ്ജീരകം. പക്ഷേ അതിൻ്റെ ഔഷധ ഗുണം അപാരമാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത, ഒരാൾ അറിഞ്ഞാൽ ഒരിക്കലും ഒഴിവാക്കാത്ത ഒന്നാണ് കരിഞ്ജീരകം. എല്ലാ രോഗങ്ങൾക്കും അതിൽ ശിഫയുണ്ട് എന്നൊക്കെ കാണാൻ കഴിയും. മറ്റൊന്ന് സ്വർഗത്തിലെ പഴമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റുമ്മാൻ. ഉറുമാൻ പഴം, മാതളങ്ങ എന്നൊക്കെ പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഉറുമാൻ പഴത്തിന് വലിയ നേട്ടമുണ്ട്. നല്ല ടേസ്റ്റിയാണല്ലോ, നമുക്കത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ അത്തിപ്പഴം, വത്തീനി വസൈത്തൂനിന്റെ വത്തീനാണ്. തീൻ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം. അത്തിപ്പഴം ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ പറഞ്ഞ അത്തിപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ നമുക്ക് നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കും. തലച്ചോറിന് വലിയ നേട്ടം പ്രത്യേകിച്ചുണ്ടാക്കും. പിന്നെ ഇത്രയും നേരം പറഞ്ഞത് പഴങ്ങളാണെങ്കിൽ ഇനിയുള്ളത് മറ്റൊന്നാണ്. നമ്മളൊക്കെ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മത്സ്യം. മത്സ്യത്തിൽ ചില മത്സ്യങ്ങൾക്കൊക്കെ ഈ ഒരു ഗുണം കാണാൻ കഴിയും. മത്സ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ കഴിക്കുന്ന മത്സ്യം, നമ്മൾ മത്തി എന്നൊക്കെ പറയുന്ന ആ മത്സ്യമടക്കമുള്ള മത്സ്യങ്ങൾ തലച്ചോറിന് വലിയ രൂപത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭക്ഷണ ശൈലിയിൽ, ഭക്ഷണത്തിന്റെ മെനു ലിസ്റ്റിൽ നമുക്കത് ഉൾപ്പെടുത്താം. ആരോഗ്യം വീണ്ടെടുക്കാം. അസ്സലാമു അലൈക്കും.